പ്രധാനമന്ത്രിയുടെ സാമീപ്യം വലിയ ആശ്വാസമായി. ജീവിതത്തിലേക്ക് മടങ്ങിവരാൻ ആത്മവിശ്വാസം കിട്ടിയതുപോലെ. ഉരുൾപൊട്ടലിൽ ഉറ്റവരെയെല്ലാം നഷ്ടപ്പെട്ട് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന മുണ്ടക്കൈ സ്വദേശി അയ്യപ്പൻ പ്രധാനമന്ത്രിയുമായി സംസാരിച്ചതിന് ശേഷം പറഞ്ഞ വാക്കുകളാണിത്. മേപ്പാടി സെന്റ് ജോസഫ് സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്യാമ്പിൽ കഴിയുന്ന 9 പേരുമായി നേരിട്ട് സംസാരിച്ചിട്ടാണ് മടങ്ങിയത്. ചേർത്തു നിർത്തൽ, സ്നേഹത്തോടെയുള്ള തലോടൽ, ആശ്ലേഷിക്കൽ, ഉറ്റവർ നഷ്ടപ്പെട്ടവരുടെ ഉറ്റവനായി പ്രധാനമന്ത്രി മാറിയ നിമിഷങ്ങൾ. കരുതലായി, താങ്ങായി, തണലായി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എല്ലാം നഷ്ടപ്പെട്ടവരെ ചേർത്തു നിർത്തി. വിതുമ്പലോടെ അവർ ദുരന്തത്തെപ്പറ്റി പ്രധാനമന്ത്രിയോട് പറഞ്ഞു. പ്രധാനമന്ത്രി അവരെ കേട്ടു, ആശ്വസിപ്പിച്ചു, കൂടെയുണ്ട്, ഒറ്റയ്ക്കല്ലെന്ന് ഉറപ്പ് നൽകി. എല്ലാവരോടും വിശദമായി തന്നെ കാര്യങ്ങൾ പ്രധാനമന്ത്രി ചോദിച്ചറിഞ്ഞു. ക്യാമ്പിൽ കഴിയുന്ന ആളുകളിൽ 9 പേർക്കായിരുന്നു അദ്ദേഹവുമായി നേരിട്ട് സംസാരിക്കാൻ അവസരം. അതിൽ ഒരാളായ അയ്യപ്പൻ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആ അനുഭവം ജനം ടിവിയോട് പങ്കുവച്ചത് ഇങ്ങനെ: എല്ലാം പോയി, ഞങ്ങൾക്ക് ഒന്നുമില്ല. ഇനി ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ എന്താ ചെയ്യുന്നല്ല, ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോഴാണ് ഇനി ദുഃഖം കൂടുക. കാണുമ്പോൾ നമ്മൾ പെറ്റുവളർന്ന മണ്ണല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാറുമ്പോൾ മലയാളത്തിൽ ഒരാൾ പറഞ്ഞു കൊടുത്തു. അങ്ങനെ എന്നെ ഇങ്ങനെയായിട്ട് ചേർത്തിട്ട് പിടിച്ചിട്ട് എല്ലാം ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ഗോവേട്ടനും ഇങ്ങനെ കാട്ടി ഉണ്ടെന്ന്, ഒപ്പമുണ്ടെന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന മനുഷ്യസ്നേഹിയെ വെളിവാക്കുന്നതായിരുന്നു മേപ്പാടി സെന്റ് ജോസഫ് ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നുള്ള കാഴ്ചകൾ. ജനം, വയനാട്.